Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. കോതമംഗലം മേഖലയിൽ കാട്ടാന സർവേ പുരോഗമിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ വനങ്ങളിൽ ആരംഭിച്ച കാട്ടാന സർവേയുടെ ഭാഗമായാണ് കോതമംഗലം മേഖലയിലും സർവേ നടക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണാപ്രകാരമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. ഈ വർഷത്തെ കണക്കെടുപ്പിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി പാലക്കാട്, കോട്ടയം, പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. പരിശീലനം ലഭിച്ചവരുടെ നേതൃത്വത്തിലാണ് കാട്ടാന സർവേ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച കണക്കെടുപ്പ് ഞായറാഴ്ച അവസാനിക്കും. 3 രീതിയിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ച ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും ശനിയാഴ്ച പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് മെത്തേഡിലും ഞായറാഴ്ച വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുക. കണക്കെടുപ്പ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അടുത്ത മാസം 23-ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9-ന് സമർപ്പിക്കും. കഴിഞ്ഞ വർഷം നടത്തിയ ബ്ലോക്ക് കൗണ്ട് കണക്കെടുപ്പിൽ കേരളത്തിലെ 1920 ആനകളുണ്ടെന്നാണ് കണ്ടെത്തിയത്. കോതമംഗലം മേഖലയിൽ മലയാറ്റൂർ, മൂന്നാർ, കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനുകൾ വരുന്ന കോതമംഗലം, മുള്ളരിങ്ങാട്, കാളിയാർ, തുണ്ടം, ഇടമലയാർ, കുട്ടമ്പുഴ, നേര്യമംഗലം റേഞ്ചുകളിലും ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിൽ വരുന്ന തട്ടേക്കാട് വന്യജീവി സംഘത്തിലുമാണ് കാട്ടാന സർവേ പുരോഗമിക്കുന്നത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജലീൽ PA, തേക്കടിയിൽ നിന്നെത്തിയ PTCF ബയോളജിസ്റ്റ് രമേശ് ബാബു, തടിക്കുളം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലിൻഡോ തോമസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നൂറുൽ ഹസൻ, ജോജി മാർട്ടിൻ, KC പ്രദീപ് കുമാർ, ശ്രുതി സുദർശൻ, സന്ധ്യ, വാച്ചർമാരായ ജിജോ ജോർജ്, അനി നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന വനമേഖലയിൽ കാട്ടാന കണക്കെടുപ്പ് നടന്നത്. നമ്മുടെ കേരളത്തോടൊപ്പം തന്നെ മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത് ഒരേ സമയം നടത്തുന്നത് ഇൻ്റഗ്രേറ്റഡ് സെൻസസാണ് നടക്കുന്നത്. നമ്മുടെ വനമേഖലയെ മൊത്തം പല ബ്ലോക്കുകളായിട്ട് തിരിച്ച് 3 ദിവസങ്ങളിലായി ഈ കണക്കെടുപ്പ് നടക്കുന്നു. ഒന്നാമത്തെ ദിവസം നമ്മൾ ബ്ലോക്കുകളിലൊന്ന് കറങ്ങി ബ്ലോക്കിലൊന്ന് മനസ്സിലാക്കുകയും, രണ്ടാമത്തെ ദിവസം ഒരു 1.5 കിലോമീറ്ററുള്ള നേർരേഖയിലൂടെ സഞ്ചരിച്ച് ആനപ്പിണ്ടങ്ങളുടെ കണക്കെടുക്കുകയും, മൂന്നാമത്തെ ദിവസം ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പുമാണ് നടന്നു വരുന്നത്. ഇപ്പോൾ കോതമംഗലം ഡിവിഷനിൽ നമ്മൾ ആകെ മൊത്തം 12 ബ്ലോക്കുകളാണുള്ളത്. തൊടുപുഴ റേഞ്ചിൽ 6 ബ്ലോക്ക്, മുള്ളരിങ്ങാട് റേഞ്ചിൽ 3 ബ്ലോക്ക്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.